ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഇന്ന് ചൊവ്വാഴ്ചയാണ്. കൊറിയർ അപ്ഡേറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ മിനിങ്ങാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെൽത്ത് ഓക്കെ അല്ല എന്നും പറഞ്ഞിട്ട്. എന്നിട്ടും ഇന്നലെ ഒരു 13 പേർക്കുള്ള കൊറിയർ ഇന്നലത്തെ ദിവസം ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ട്. ബാക്കി ഇന്ന് ഒരു 15 പേർക്കുള്ള കൊറിയർ കൂടെ ഇന്നത്തെ ദിവസം അയച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഓർഡേഴ്സും കാര്യങ്ങളും പുതിയ വീഡിയോസൊന്നും സെയിലിനത് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്ന് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ടുള്ള റോസസാണ് കേട്ടോ. അപ്പോൾ രാവിലെ കൊറിയറിൻ്റെ പാക്കിങ്ങിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അയക്കുന്നവർക്കെല്ലാം നാളെ ആയിരിക്കും പ്ലാൻസ് കിട്ടുക. പിന്നെ പ്ലാൻസ് ഓർഡർ തരുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ച് കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈവനിങ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കൊക്കെ അയച്ചിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. പിന്നുള്ളൊരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലാൻസ് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്കുള്ള ഓർഡർ അയച്ചിട്ടുണ്ടോ. നിങ്ങൾക്കല്ല ഇതിൽ ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും. പ്ലാൻസ് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയും. നിങ്ങളിപ്പോൾ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലവർ വന്ന് ചോദിക്കുന്നത് പ്ലാൻസ് അയച്ചില്ലയോ എന്ന്. ചിലപ്പോൾ അവർക്ക് പ്ലാൻസ് അയച്ചിട്ടുണ്ടാവും, ഇതിനകത്ത് അപ്ഡേഷനും ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അവരത് ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഇപ്പം ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് DTDCന്ന് ഡെലിവറി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കസ്റ്റമേഴ്സിന് പ്ലാൻസ് കൊടുക്കാണ്ടവർ പ്ലാൻസ് മാറ്റി വെച്ചിട്ട് ഡെലിവറി അടിച്ചിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്നൊരു അപ്ഡേഷൻ വരില്ല. കാരണം നമ്മൾ ട്രാക്കിങ് ചെയ്ത് നോക്കുന്ന സമയത്ത് കസ്റ്റമർ പ്ലാന്റ് കൈപ്പറ്റിയതായിട്ട് കാണിക്കും, പക്ഷേ കസ്റ്റമേഴ്സിന് ആ പ്ലാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. അത് അവർ അപ്ഡേറ്റ് ചെയ്ത് വിടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള DTDCയിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇപ്പോൾ DTDCയിൽ നിങ്ങൾക്കൊരു നിയറസ്റ്റ് ആയിട്ടുള്ളവരുടെ നമ്പറിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക, എൻ്റെ പ്ലാൻസ് എത്തിയിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ പ്ലാൻസ് അയച്ചിട്ടുണ്ടോ, എന്താണ് നിങ്ങൾക്ക് സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തരും. അപ്പോൾ എൻ്റെ വീഡിയോസ് മാക്സിമം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. അപ്ഡേഷൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ പ്ലാൻസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് കൊറിയർ അയച്ച് സ്ലിപ്പ് കിട്ടുന്നത് നൈറ്റോ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗൊക്കെ ആയിരിക്കും കൊറിയറിൻ്റെ സ്ലിപ്പ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്കത് കറക്റ്റ് ടൈമിന് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഇന്ന് അയക്കുന്ന പ്ലാൻസിൻ്റെ സ്ലിപ്പ് എനിക്ക് നാളെ ആയിരിക്കും വാട്സപ്പിൽ കിട്ടുക. പിന്നെ നാളെ ആകുമ്പോഴത്തേക്കും വീണ്ടും പാക്കിങ്ങിൻ്റെ അപ്ഡേറ്റും പാക്കിങ് ചെയ്യണം. അതിൻ്റെ കാര്യത്തിലായിട്ട് തിരക്കിലായി പോകും. അത് കഴിഞ്ഞ് അത് DTDCയിൽ കൊണ്ടുപോയി കൊടുത്ത് ഫ്രീ ആയിട്ട് വീട്ടിൽ വന്ന ശേഷം പിന്നെ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഇപ്പോൾ അങ്ങനെയാണ് കുറച്ച് ദിവസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്ക് കമ്മ്യൂണിറ്റി ടാബിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണെന്ന് ഹാരജമന്തിയുടെ കുറച്ച് കോംബോ ഉണ്ടായിരുന്നു. ഇത് വൈകിട്ട് 7 ഡേ ആണ്. വൈകിട്ട് 7 ഡേ കഴിഞ്ഞ വട്ടം ഒരുപാട് പേര് ചോദിച്ചതാണ്. ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് ഇനിയുള്ളൂ. കാരണം ഇന്നലത്തതും ഇന്നത്തത് കൊറിയറിൽ കുറേ പോയിട്ടുണ്ട്. ഇനി നാളത്തെ കൊറിയറിൽ കുറച്ച് പേർക്ക് വൈകിട്ട് 7 ഡേ ഓർഡർ ഉണ്ട്. അപ്പോൾ ഇനിയും വൈകിട്ട് 7 ഡേ വേണമെന്നുള്ളവർ ഇതിൽ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയൊരു 10 പേർക്കും കൊണ്ടൊക്കെ തരാനുള്ളതേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ വൈറ്റ് പനിനീർ റോസിൻ്റെത് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് പനിനീർ റോസിൻ്റെ ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് കറക്റ്റ്, ഇങ്ങനെയായിരിക്കും ഈ വൈറ്റ് 7 ഡേ പൂക്കുന്നത് കേട്ടോ. നല്ല ബഞ്ചസ് ആയിട്ട് പൂക്കും. ഇത് ഹാരജമന്തിയാണ്. ഈ ഒരു കളറിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളൊരു വെറൈറ്റി റോസ് ആയിരുന്നു. ഇത് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കളർ ഓരോ തവണയും ഓരോന്നായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു പ്ലാന്റ്. ഇത് ഡബിൾ ഡിലൈറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടെ നിന്ന് കൊറിയറിലേക്ക് പുതിയ വീടുകളിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ. കാരണം ഇപ്പോൾ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് കരുതിയിട്ട് പ്ലാൻസ് ഇപ്പം ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നാളെയും ഞാൻ തന്നെ ഇത് ഒരുമിച്ച് സ്ട്രെസ് എടുക്കണം. കാരണം ഇത്രയും പെൻഡിങ്ങിന് നമുക്ക്
ഇപ്പോൾ തിങ്കൾ ചൊവ്വ ഞാൻ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച അയക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 50 പേരടുപ്പിച്ചുള്ളത് എനിക്ക് ഒരു ദിവസം കൊണ്ട് അയക്കാൻ പറ്റില്ല. പിന്നെ അത് വ്യാഴാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മൺഡേ ആവും വീണ്ടും പ്ലാൻസ് അയക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ച് പാടല്ലേ. നെക്സ്റ്റ് മൺഡേ ഞാൻ ഇതിനേക്കാളും എഫർട്ട് എടുത്താൽ മാത്രമേ എനിക്ക് ഇത്രയും പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് മുമ്പത്തെ വീഡിയോസിൽ നിന്നൊക്കെ ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ അത് ഓർഡേഴ്സ് എടുക്കണം. അവർക്കുള്ള പ്ലാൻസ് എല്ലാം കൂടെ ആകുമ്പോൾ കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടാവും. ഒരുപാട് ദിവസം ഡിലേ വരുന്നുള്ള ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ പാടെ ഒഴിവാക്കാനാണ് പിന്നെ ഞാൻ കുറച്ച് പ്ലാൻസ് എങ്കിലും അയക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് പ്ലാൻസ് അയച്ചിട്ടുള്ളത്. ബാക്കി കിട്ടാത്തവർ വിഷമിക്കണ്ട. ഞാൻ മാക്സിമം എന്ത് ചെയ്യും, നിങ്ങൾക്കുള്ള പ്ലാൻസ് ഉടനെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇന്നു മുതൽ പ്ലാൻസ് അയക്കുന്നവരുടെ പേര് കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. DTDCയുടെ ട്രാക്കിംഗ് ഐ ഡി ഉണ്ടാവില്ല, പേര് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പേര് വന്നിട്ടുള്ളവർ നിയറസ്റ്റ് ആയിട്ടുള്ള DTDCയിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കൊറിയർ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങൾ ആ പ്ലാൻസ് മേടിക്കുക കേട്ടോ. കാരണം നിങ്ങൾ പ്ലാൻസ് മേടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പ്ലാൻസ് വിളിച്ച് തന്നൂന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്ലാൻസ് അവിടെ ഹോൾഡ് ആവും, അത് റിട്ടേണും വരില്ല, അവിടെ തന്നെ ആഴ്ചകളോളം ഇരിക്കും. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പ്ലാൻസ് നിങ്ങൾ വിളിച്ച് ചോദിക്കുക, പോയി കളക്ട് ചെയ്യുക. ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഈവനിങ് തന്നെ പോയി കളക്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം നമ്മുടെ കൊറിയർ കിട്ടി, പ്ലാൻസ് ഡിലേ ആവുന്നുണ്ട്, ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പോർട്ട് ചെയ്താൽ പ്രശ്നമുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാനൊന്നൊരു പരീക്ഷണം നടത്തി, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. കൊറിയർ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് രക്ഷപ്പെടുമോ, അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതിൻ്റെ വിത്ത് പ്രൂഫ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് എല്ലാവരും പോയി കാണുക. ഞാനിതിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിൻ ചെയ്തും കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ആഡും ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ പോയി കാണുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർ ദയവായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ഇതുവഴിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്